പത്മ പുരസ്കാര നിറവിൽ കേരളം നിൽക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. ജസ്റ്റിസ് കെ ടി തോമസിനും പത്മവിഭൂഷൺ, നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. കലാമണ്ഡലം വിമല മേനോനടക്കം 3 പേരാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡിന് അർഹരായത്. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് നേട്ടം. CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. രാഷ്ട്രീയ രംഗത്തെ മികച്ച ഇടപെടലിനുള്ള ആദരവായാണ് കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിച്ചത്. VSനൊപ്പം ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർക്കും പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് നൽകിയാണ് രാജ്യം ആദരിക്കുന്നത്. സിനിമ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് രാജ്യത്തിന്റെ ബഹുമോന്നത പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. നൃത്തരംഗത്തെ അതുല്യ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡലം വിമല മേനോൻ അൺസങ് ഹീറോസ് പട്ടികയിൽ ഉൾപ്പെടുത്തി. പരിസ്ഥിതി പ്രവർത്തക കൊല്ലിക്കൽ ദേവികിയമ്മ, AE മുത്തുനായകം എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 113 പേരെയാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുന്നത്. സിനിമാ താരം R മാധവൻ, ക്രിക്കറ്റ് താരങ്ങളായ രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, പ്രസാർ ഭാരതി മുൻ CEO ശശി ശേഖർ വെമ്പതി എന്നിവർക്കും പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.